റിപ്പോർട്ടിന്റെ ഈവനിംഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്ക് പോകുന്നു. സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും മെയ് മാസത്തിൽ മണ്ണെണ്ണ വിതരണം ചെയ്യുമെന്ന സർക്കാർ പ്രഖ്യാപനം കടലാസിൽ ഒതുങ്ങി. റേഷൻ വ്യാപാരികൾ 7% കമ്മീഷൻ ആവശ്യപ്പെട്ടതോടെയാണ് വിതരണം പ്രതിസന്ധിയിലായത്. ഇതോടെ കേന്ദ്ര സർക്കാർ അനുവദിച്ച മണ്ണെണ്ണ വിഹിതം നഷ്ടമായേക്കും. ഏപ്രിൽ മുതൽ ജൂൺ വരെയായി 56.76 ലക്ഷം ലിറ്റർ മണ്ണെണ്ണയാണ് കേന്ദ്രം അനുവദിച്ചിരുന്നത്. അരുൺ സോളമൻ ചേരുന്നു വിശദാംശങ്ങളുമായി. അരുൺ, മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും വിതരണം ചെയ്യും മണ്ണെണ്ണ എന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് അത് നടപ്പാക്കാതെ പോയത്? ഇത് ലാപ്സ് ആകുന്ന അവസ്ഥയാണോ ഇപ്പോൾ? വിനീത, ഈ 10 മാസങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാർ ഈ സാമ്പത്തിക വർഷം ആദ്യഘട്ടത്തിലായിട്ട് 56.76 ലക്ഷം ലിറ്റർ മണ്ണെണ്ണ അനുവദിച്ചത്. അതായത് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലായി ഈ മണ്ണെണ്ണ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും വിതരണം ചെയ്യണമെന്നുള്ളതാണ്. അതായത് 95 ലക്ഷം കാർഡ് ഉടമകൾക്കാണ് ഈ മണ്ണെണ്ണ വിതരണം ചെയ്യേണ്ടത്. അതിൽ മഞ്ഞ കാർഡ് ഉടമകൾക്ക് 1 ലിറ്റർ മണ്ണെണ്ണയും ബാക്കിയുള്ള കാർഡ് ഉടമകൾക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയുമാണ് നിലവിൽ വിതരണം ചെയ്യാനുള്ളത്. പക്ഷേ ഇത് സംബന്ധിച്ച് കഴിഞ്ഞ മാസം തന്നെ മന്ത്രി GR അനിൽ ഈ റേഷൻ വ്യാപാരികളുമായും ഡീലർമാരുമായും ഒരു ചർച്ച നടത്തിയിരുന്നു. അതിൽ റേഷൻ വ്യാപാരികൾ 7% കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഒരു ശുപാർശ റേഷൻ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ മുഖ്യമന്ത്രിക്ക് നൽകുകയും ആ ശുപാർശ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ച് ധനവകുപ്പിന് നൽകിയിരുന്നു. പക്ഷേ ധനവകുപ്പ് ഒടുവിൽ ഈ ശുപാർശയെ തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതോടുകൂടി ഇപ്പോൾ നിലവിൽ മണ്ണെണ്ണ വിതരണം വലിയൊരു പ്രതിസന്ധിയിലേക്ക് കടന്നിരിക്കുകയാണ്. നിലവിൽ ഡീലർമാർക്ക് ഈ മണ്ണെണ്ണ കൊണ്ടുവരണമെങ്കിൽ ഒരു വലിയൊരു കൈകാര്യ ചെലവ് ആവശ്യമുണ്ട്. അതിന് പുറമെ റേഷൻ വ്യാപാരികൾ കമ്മീഷൻ ആവശ്യപ്പെട്ടു. നിലവിൽ ഈ കമ്മീഷനാണ് വലിയൊരു പ്രതിസന്ധിയിലായി മാറിയിരിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്ത് 1 ലിറ്റർ മണ്ണെണ്ണയ്ക്ക് 63 രൂപയുണ്ട്. ഈ കമ്മീഷൻ ഉൾപ്പെടെ വരികയാണെങ്കിൽ 70 രൂപയ്ക്ക് അകത്ത് മണ്ണെണ്ണ വിതരണം ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു സിവിൽ സപ്ലൈസ് വകുപ്പിന്. പക്ഷേ അതിനിപ്പോൾ ഏറ്റിരിക്കുകയാണ്. നിലവിൽ ഇനി കേവലം 22 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അതിനുള്ളിൽ ഈ മണ്ണെണ്ണ വിതരണം ചെയ്തില്ലെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പോലെ സമാനമായിട്ടുള്ള സ്ഥിതി വിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറും. മണ്ണെണ്ണ വിതരണം വീണ്ടും പ്രതിസന്ധിയിലാകുന്നത് മാത്രമല്ല, മണ്ണെണ്ണ വിതരണം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും സംസ്ഥാന സർക്കാരിന് എന്നുള്ളതാണ് വിനീത ഇതിൽ സൂചിപ്പിക്കാനുള്ളത്. ശരി, അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് അരുൺ സോളമൻ ബ്രേക്ക് ചെയ്തത്. മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കുമാണ് ഈ മണ്ണെണ്ണ ലഭിക്കുന്നത് എന്നാണ് 10 മാസത്തിന് ശേഷം. പക്ഷേ ഈ കമ്മീഷൻ ആവശ്യപ്പെട്ടതോടെയാണ് ഇത് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഒരു അടിയന്തര ഇടപെടൽ സർക്കാർ നടത്തിയാൽ മാത്രമേ ഇത് വിതരണം ചെയ്യാനാകൂ, അല്ലെങ്കിൽ ആ വിഹിതം നഷ്ടമാകുന്ന അവസ്ഥയുണ്ടാകുമെന്നാണ് അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത്.